ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹിപ്നോട്ടിക് കൗൺസിലർ ആൻഡ് വെൽനസ് കോച്ച് അനു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഉപദേശമാണ്. ഉപദേശം എന്ന വാക്ക് കേൾക്കുമ്പോഴേ നെറ്റിച്ചൊലിക്കുന്നവരാണ് നമ്മിൽ പലരും, അല്ലേ? ജീവിതത്തിൽ ഇന്നുവരെ ഉപദേശം കിട്ടാത്തവരോ കൊടുക്കാത്തവരോ തന്നെ ആരും കാണില്ല. എന്നാൽ ഉപദേശം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉപ എന്നാൽ അടുത്ത് എന്നും ദേശം എന്നാൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നാണ് അർത്ഥം. അതായത് ഒരു വ്യക്തിയുടെ സാഹചര്യത്തിൽ അയാളെ മനസ്സിലാക്കി അയാളെ കൂടെ ഇരിക്കുക എന്നതാണ് ഉപദേശം എന്ന വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഉപദേശങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഉപദേശകരെയാണ് കണ്ടുവരുന്നത്, അല്ലെ? ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്ന ഉപദേശകർ മുന്നിലിരിക്കുന്ന വ്യക്തിയെ ചെറുതാക്കി കാണിക്കാനും തന്റെ അറിവും കഴിവും പ്രകടിപ്പിക്കാനും വേണ്ടി നടക്കുന്ന കൂപമണ്ഡലങ്ങളാണ്. യാതൊരു ആവശ്യമില്ലെങ്കിലും ആരെയും പിടിച്ച് ഉപദേശിച്ച് നന്നാക്കി കളയാനുള്ള മനോഭാവത്തിൽ നടക്കുന്നവരാണ് ആദ്യത്തെ വിഭാഗക്കാർ. ഇവരെ കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ നമുക്കവരെ ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റില്ല. പക്ഷെ ഇതിൽ രണ്ടാമത്തെ വിഭാഗം ഉപദേശകരാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ. എങ്ങനെയെന്നല്ലേ, ഇവർ ഒരു വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അയാളുടെ ചിന്താശക്തിയും ആത്മധൈര്യവും ചോർത്തി കളയുന്നു. അവരെ തനിക്ക് അനുകൂലമാക്കി മാറ്റുകയും തന്റെ ചൊൽപ്പടിക്ക് നിർത്തുകയും ചെയ്യുന്നവരാണ്. ഇങ്ങനെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ സ്വാധീനിച്ച് അവർ അവരുടെ സ്വന്തം കാര്യം നേടിയെടുക്കുന്നു. പണമോ മറ്റു വസ്തുവകകളോ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ അബ്യൂസോ ഒക്കെ ആകാം. ഇങ്ങനെയുള്ള വിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എളുപ്പമല്ല. ഈ രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അദൃശ്യമായ മേലങ്കിയണിഞ്ഞ് അവർ നമ്മുടെ ഗോഡ് ഫാദറോ വെൽവിഷറോ എന്നുള്ള തോന്നൽ നമ്മളെ ഉളവാക്കുന്നു. നമ്മെ ചണ്ടിയാക്കുന്നത് വരെ അവർ നമ്മളോടുള്ള ഉപദേശം തുടരുന്നു. നമ്മിൽ നിന്നൊന്നും കിട്ടാതാകുമ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞ് അവർ അവരുടെ പാട് നോക്കി പോകും. അവരുടെ ഈ തോൽപാകത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചറിവ് വരുമ്പോഴേക്കും നാം ഒരുപാട് വേഗിയിരിക്കും. അപ്പോഴേക്കും ഈ കാണാചരടുകൾ നമ്മുടെ കഴുത്തിൽ നിന്ന് അഴിയാക്കുരുക്കുകളായി മാറി നമ്മെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ ആത്മഹത്യയിലേക്ക് വരെ അത് കൊണ്ടെത്തിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അറിവും കഴിവുമുള്ളവർ ആരും തന്നെ മറ്റുള്ള വ്യക്തികളെ ഉപദേശിച്ച് നന്നാക്കാനോ കൊച്ചാക്കി കാണിക്കാനോ പോകാറില്ല. എന്തുകൊണ്ടെന്നാൽ അവർ മുന്നിലിരിക്കുന്ന വ്യക്തിയെ മനസ്സ് തുറന്ന് കേൾക്കുകയും അവരുടെ ഉള്ളിലെ സാധ്യതകളെ മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് അവരുടെ പ്രസന്റ് സിറ്റുവേഷനിൽ മുന്നേറാനുള്ള ആത്മവിശ്വാസവും പ്രോത്സാഹനവും ധൈര്യവുമാണ് കൊടുക്കുക. ഇതിനൊരു ഉദാഹരണമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാനുള്ള ഉത്സാഹത്തോടെ വന്ന് സ്വന്തം ബന്ധുജനങ്ങളാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന തിരിച്ചറിവ് വന്നപ്പോൾ യുദ്ധം ചെയ്യാനുള്ള എല്ലാ മോഹവും ആഗ്രഹവും കെട്ടടങ്ങി സ്വന്തം അമ്പുമില്ലും താഴെ വെച്ച് തേർത്തട്ടിൽ തളർന്നിരുന്നു പോയ പാർത്ഥന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ഗീതോപദേശം. മറ്റൊരു ഉദാഹരണമാണ് വീട്ടിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുമെന്ന് ആരോ പറഞ്ഞ് നരേന്ദ്രൻ എന്ന യുവാവ് ഗുരുവിനെ കാണാനെത്തി. ആ നരേന്ദ്രനെ ഇന്നത്തെ നമ്മുടെ സ്വാമി വിവേകാനന്ദനാക്കി മാറ്റിയ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഉപദേശം. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ ഉപദേശവുമായി വരുന്ന ഉപദേശികളെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. An empty vessel make too much noise എന്നാണല്ലോ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തലയും നട്ടലും മറ്റൊരാൾക്ക് മുമ്പിൽ പണയം വെക്കരുത്. ഇതിലെപ്പോഴെങ്കിലും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം ആവശ്യമായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്ന ഒരു വ്യക്തിയെയോ കൗൺസിലറെയോ ഒരു മെന്ററെയോ സമീപിക്കും. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നത് വരേക്കും നമസ്തേ.